ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ റവ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നത് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നൊരു യൂട്യൂബ് ചാനൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവും. കാരണം നമ്മളിൽ തന്നെ പലരും എഡ്യൂക്കേഷൻ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ല അടിപൊളിയായിട്ട് പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പോൾ അവരുടെ ചാനലിൻ്റെ പേര് സനം നൗഫൽ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനൽ എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് ഇംഗ്ലീഷ് അവിടെ നിന്ന് പഠിക്കാമെന്നുള്ളത്. അവരുടെ കമൻസും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, എത്രത്തോളം അത് യൂസ്ഫുൾ ആണെന്നുള്ളത്. നല്ലൊരു ചാനലാണ്. നിങ്ങൾ ചിലപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരും ഉണ്ടാവും, അതുപോലെ തന്നെ അത്യാവശ്യം അറിയണവരും ഉണ്ടാവും. എന്നാലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ അസിസ്റ്റൻ്റ് ആവശ്യമുണ്ടെങ്കിൽ അതും അവർ വാട്സപ്പ് വഴി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ചാനലാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കണം കേട്ടോ. അതിനകത്തോട്ട് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തത് വറുക്കാത്ത ചെയ്താലും കുഴപ്പമില്ല. അതിൽ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. എടുക്കുന്നതെല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. തരി ഇല്ലാത്ത രീതിയിൽ മാക്സിമം അരച്ചെടുക്കാൻ നോക്കുക. അപ്പോഴാണ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് മൊത്തമായിട്ട് ഒഴിച്ചതിന് ശേഷം ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴേക്കും നന്നായിട്ട് റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അത് അവിടെ റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്കിതിനുള്ള ട്രേ റെഡിയാക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു ഷേപ്പുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടില്ല. അതിൽ ആദ്യം തന്നെ നമുക്കൊന്ന് ഓയിലാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാൻ ഇതിന് പകരം ഓയിലും അതുപോലെ തന്നെ മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കുറച്ച് മൈദ ഒന്ന് എല്ലാടെയും ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് നന്നായിട്ട് തട്ടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് കേക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് സൈഡിലൊക്കെ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ റവ ഏകദേശം 1/2 മണിക്കൂർ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു 1/3 കപ്പിൽ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ 2 നുള്ള് അപ്പക്കാരം ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. അപ്പക്കാരം കൂടുതൽ വേണ്ട, അത്രയും മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ചോക്ലേറ്റ് ഫ്ലേവർ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ അഥവാ ഇത്തിരി ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ 1 സ്പൂണിൽ 1-1.5 സ്പൂണ് മാത്രം പാല് ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് അധികം അങ്ങ് ചോക്ലേറ്റ് ഫ്ലേവർ ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഒരു ലൈറ്റ് കളറേ ഉണ്ടാവുള്ളൂ നമ്മുടെ കേക്കിന്. അപ്പോൾ നന്നായിട്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ട്രേയിൽ ഒഴിച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7 ഇഞ്ചിൻ്റെ പാനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് നട്ട്സ് എന്തെങ്കിലും വേണേൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്തതേ ഉള്ളൂ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് ഞാനിവിടെ ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇതിനകത്ത് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കുറഞ്ഞത് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ട്രേ ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ഡൗട്ട് വേണ്ട, നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 30 തൊട്ട് 35 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. ഇടയ്ക്ക് തുറന്ന് നോക്കരുത്. ഞാൻ ഇടയ്ക്കൊരു 30 മിനിറ്റ് ആയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് നടുക്ക് ചെറിയൊരു കുഴി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറക്കുക. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റാണ് കേട്ടോ എനിക്ക് എടുത്തിട്ടുള്ളത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ നമുക്കിത് ഡയറക്റ്റ് ഒന്ന് തട്ടിയെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ടുള്ളല്ലോ, അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റവ വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം കുട്ടീസിനൊക്കെ ചായയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കേക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കേക്കുള്ളത്. ഞാൻ ആ ഒരു 30 മിനിറ്റിന് മുമ്പ് ഒന്ന് തുറന്നുകൊണ്ട് നടുക്ക് ചെറുതായിട്ടൊരു കുഴി വന്നിട്ടുണ്ട്. ഞാൻ വെന്തോന്ന് വിചാരിച്ച് തുറന്നു നോക്കിയാണ് കേട്ടോ.
അപ്പോൾ വെന്തിട്ടുണ്ടായില്ല. അപ്പോൾ ദേ നല്ല സോഫ്റ്റായിട്ട് കേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.